അങ്ങനെ സ്പാനിഷ് ക്യാപ്റ്റനായിട്ടുള്ള റോഡ്രി തൻ്റെ ആഗ്രഹം, റയൽ മാഡ്രിഡിലേക്കുള്ള അയാളുടെ ആഗ്രഹം അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ബാഴ്സയുമായിട്ടൊരു ഓപ്പൺ ടോക്കിന് തയ്യാറായിട്ടുണ്ടെന്നാണ്. ഇത് ഞാനല്ല, ഫാബ്രീസിയോന്റെ ഒഫീഷ്യൽ പേജിൽ ഫാബ്രീസിയോനെ പറഞ്ഞിട്ടുള്ളതാണ്. ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ച് ഈ ന്യൂസ് ഭയങ്കര സർപ്രൈസിങ് ആൻഡ് ഭയങ്കര സന്തോഷം തരുന്നത് കൂടിയാണ് എന്നുള്ളത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ട്രാൻസ്ഫർ ഒക്കെ കേട്ടോ ബാഴ്സ നോക്കുക റയൽ അടിക്കുക, ബാഴ്സ നോക്കുക റയൽ അടിക്കുക. പക്ഷെ റോഡ്രിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. റയൽ നോക്കിയിട്ടില്ല, റോഡ്രി കുറേ റയൽ നോക്കി. പക്ഷെ റയൽ തിരിഞ്ഞു പോലും നോക്കില്ല. സ്പെയിനിൽ തന്നെ ലാലിഗയിൽ തന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം റോഡ്രി ഒരു പക്ഷേ ബാഴ്സ എടുത്തത്. ഇപ്പോൾ ലൈക്ക് പെഡ്രിനെ പോലെ തന്നെ പെഡ്രി ചെയ്തൊരു സംഭവം പോലെ തന്നെ, അതായത് പെഡ്രി റയലിനെ പ്രേമിച്ചു, റയലിനെ കിട്ടിയില്ല, അപ്പോൾ നേരെ ബാഴ്സനെ കല്യാണം കഴിച്ചു. ആ സെയിം സംഭവം അത് തന്നെ അപ്പോൾ റോഡ്രി ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്തൊക്കെ തന്നെ ആയാലും ഇത്തവണ ബാഴ്സ ഫാൻസിന് ഒരു ഡാൻസ് ഒക്കെ കളിക്കാനുള്ള സാധനമുണ്ട്. റോഡ്രി അത്യാവശ്യം നല്ലൊരു സാധനമാണ്, മിഡ്ഫീൽഡിലേക്ക് പറ്റിയൊരു സാധനമാണ്. റോഡ്രിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട സാധനം ആവശ്യമൊന്നുമില്ല. എന്തായാലും റയൽ റോഡ്രിയിൽ ഒരു ആഗ്രഹമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. റോഡ്രിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ റയലിന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചില മഞ്ഞപത്രങ്ങൾ, അതേപോലത്തെ കുറേ മഞ്ഞപത്രങ്ങൾ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള സാധനം കിട്ടുന്നത് അതെന്താണെന്നുള്ള നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും ബാഴ്സലോണ ഫാൻസ് സംബന്ധിച്ച് ആദ്യമായിട്ട് ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് ഒരു മൽപ്പിടുത്തത്തിനൊന്നും ആവശ്യമില്ല, നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മൾ എടുക്കും. ഇപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് ഒരു ബോണസ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ് ഹലോ മാഡ്രിഡ്.